പാരീസിലെ പുതിയ യാത്രാവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് രാവിലത്തെ ഉദ്ദേശം ലൂവർ മ്യൂസിയത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞങ്ങൾ മെട്രോ എടുത്തിട്ട് ലൂവർ മ്യൂസിയത്തിനടുത്തേക്ക് വന്നു. ഈ മ്യൂസിയം ഉള്ളത് ലൂവർ പാലസിലാണ്. ഞങ്ങൾ എത്തിപ്പെട്ടത് ലൂവർ പാലസിൻ്റെ റൈറ്റ് സൈഡിലാണ്. ലൂവർ പാലസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഞങ്ങൾ എത്തിപ്പെട്ടതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ മ്യൂസിയം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കട്ടെ. ഓക്കെ. 12-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനിടയിൽ ഫിലിപ്പ് രണ്ടാമനാണ് ലൂവർ പാലസ് പണിതത്. 1546 ഫ്രാൻസിസ് ഒന്നാമൻ ഈ കൊട്ടാരത്തെ ഫ്രഞ്ച് രാജാക്കന്മാരുടെ പ്രാഥമിക വസതിയായിട്ട് മാറ്റി. ഈ കൊട്ടാരം പലതവണ വിപുലീകരിച്ചതിന് ശേഷമാണ് ഇന്നത്തെ ഈ രൂപത്തിലുള്ളതായിട്ട് മാറിയത്. അപ്പം ഞങ്ങൾ നടന്ന് ലൂവർ മ്യൂസിയത്തിന് മുമ്പിലായിട്ടുള്ള പിരമിഡിനടുത്ത് എത്തിയിട്ടുണ്ട്. പിരമിഡിന് ചുറ്റിലും ആളുകൾ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര വലിയ ക്യൂ കണ്ട് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് അധികം നേരം ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ഇന്ന സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് കയറാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് കയറി. ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി. 1682 ലൂയി 14 തൻ്റെ കുടുംബത്തിനായി വെർസൈൽ കൊട്ടാരം തിരഞ്ഞെടുത്തതിന് ശേഷം 1692 മുതൽ പലതരത്തിലുള്ള രാജകീയ ശേഖരണങ്ങളൊക്കെ പ്രദർശിപ്പിക്കാനുള്ള സ്ഥലമായിട്ട് ഈ ലൂവർ പാലസിനെ മാറ്റി. ഈ മ്യൂസിയത്തിൽ പുരാതന ഗ്രീക്ക് റോമൻ ശില്പങ്ങളും പിന്നെ പ്രശസ്തരായ ചിത്രകാരന്മാരുടെ പെയിൻറ്റിങ്ങുകളും പിന്നെ പലതരം പുരാവസ്തുക്കളും ഇവിടെയുണ്ട്. ഞങ്ങൾ ഈ മ്യൂസിയത്തിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ എത്തിപ്പെട്ട ഏരിയ പുരാതന ഗ്രീക്ക് റോമൻ ശില്പങ്ങളുള്ള ഏരിയ ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് കുറേ നേരം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ശില്പങ്ങളും ന്യൂഡിറ്റി ആയിരുന്നു പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് അതൊരു ഓവർവെൽമിംഗ് ആയി തോന്നി. ചിലപ്പം ഇത് സംസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിലും എനിക്കത് അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്നു. പെയിൻറ്റിങ്ങുകളുള്ള ഏരിയയിലൊക്കെ വന്നു. ഇതിൻ്റെ പെയിൻറ്റിങ്ങുകളുടെ അർത്ഥങ്ങളൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് നടന്നു. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം മൊണാലിസ കാണുക എന്നുള്ളതായിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ അവിടെ വന്ന് ഒട്ടുമിക്ക പേരും മൊണാലിസ കാണാനായിട്ട് വന്നവരാണെന്ന് തോന്നുന്നു. എല്ലാവരും മൊണാലിസ കാണാനായിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്, ഡയറക്ഷൻ നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങൾ മൊണാലിസ പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ അതിന് മൊണാലിസക്ക് മുന്നിൽ വലിയ ക്യൂ ആണ്. കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ നുഴഞ്ഞ് കയറിയിട്ട് മൊണാലിസയ്ക്ക് മുന്നിലെത്തി. അവിടുന്ന് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു. ഒരു ചെറിയ പോർട്രേറ്റാണ് ഈ മൊണാലിസ. അപ്പോൾ മൊണാലിസ കണ്ടു. അങ്ങനെ ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രം നേരിട്ട് കണ്ടു. അപ്പോൾ ലൂവർ മ്യൂസിയത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം നടന്നു. ഇനി ഞങ്ങൾക്ക് ഇവിടെ അധികമൊന്നും കാണാനില്ല. എന്നാലും ഞങ്ങൾ ഈജിപ്ഷ്യൻ സംസ്കാരം പ്രദർശിപ്പിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ പോയി അവിടെ ഉള്ള പഴയകാല ശേഖരണങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് തിരിച്ചു. മ്യൂസിയത്തിൽ നിന്ന് തിരിച്ചിറങ്ങുന്നത് ഒരു ബേസ്മെൻറ്റിലൂടെയാണ്. അവിടെ കുറേ ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, സുവനീർ ഷോപ്സൊക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ളത് നമുക്ക് വാങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ ബ്രാൻഡഡ് ഷോപ്സൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പിരമിഡിൻ്റെ അടിയിലായിട്ടാണുള്ളത്. ഇതൊരു മെയിൻ ഏരിയ ആണ്. ഇത് കഴിഞ്ഞിട്ടാണോ അതോ ഇതിന് മുമ്പേ ആണോ ഷോപ്പിംഗ് ഏരിയ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ ഷോപ്പിംഗ് ഏരിയയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിലും സുവനീർ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ നിന്നൊന്നും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം ലൂവർ മ്യൂസിയത്തിൽ തന്നെ കുറേ നേരം നടന്നിട്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി പിരമിഡിന് മുന്നിലെത്തിയിട്ടുണ്ട്. റിച്വലി നമ്മളായിട്ട് എന്തിനാണ് തെറ്റിക്കുന്നത്? പിരമിഡിൻ്റെ ആ മുനമ്പ് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഞങ്ങളും എടുത്തു. ഞങ്ങൾ രാവിലെ ഇവിടെ വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. പുറത്തുനിന്ന് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴക്കാറുണ്ട്, കുറച്ച് തണുപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഞങ്ങൾ ആ സ്ഥലത്ത് ഇരുന്നു.
രാവിലെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് ഓൺലൈനിലൂടെ എടുത്തപ്പോൾ ഒരു കോംബോ ടിക്കറ്റായിരുന്നു എടുത്തത്. ഇതിൻ്റെ കൂടെ ബോട്ട് റൈഡിൻ്റെ ടിക്കറ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോട്ട് റൈഡ് ഒരു 4 മണിക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് ഐഫൽ ടവറിൻ്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ ഉദ്ദേശമുണ്ട്. ഞങ്ങൾ അത് ഷൈൻ ചെയ്യുന്നത്, ലൈറ്റപ്പ് ചെയ്തിട്ട് ഷൈൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് സൺസെറ്റിന് ശേഷമേ അത് ലൈറ്റൊക്കെ ഇടുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത്രയും സമയം ഞങ്ങൾക്ക് ചിലവഴിക്കേണ്ടതുള്ളത് കൊണ്ട് അവിടെ അടുത്തുള്ള ഒരു ഗാർഡനിലേക്ക് ഞങ്ങൾ നടന്നു. ഈ ഗാർഡൻ്റെ പേര് ട്വല്ലറീസ് ഗാർഡൻ എന്നാണ്. 1564 ട്വല്ലറീസ് പാലസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗാർഡൻ പണിതത്. പാരീസിലെ ഏറ്റവും വലിയ ഗാർഡനാണിത്. ഇവിടെ കുറേ നേരം ഞങ്ങൾ സമയം ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് വീഡിയോസൊന്നും ഇവിടുന്ന് എടുത്തിട്ടില്ല. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം 1667 ഇത് പബ്ലിക് പാർക്കായി മാറിയത് എന്നാണ് ഞാൻ വായിച്ചത്. വെയിൽ കാരണം ഒരുപാട് നേരമൊന്നും ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് സുവനീസൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി. ബോട്ടിങ്ങിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഈ ഐഫൽ ടവറിൻ്റെ അടുത്ത് വന്നതാണ്. ഐഫൽ ടവറിൻ്റെ അടുത്തുള്ള ഏരിയയിൽ നിന്നാണ് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ബോട്ട് ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞങ്ങൾ അതിൽ കയറി ബോട്ട് യാത്ര തുടങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ബോട്ട് യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചത്. പാരീസ് നഗരത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഞങ്ങൾ ഈ യാത്രയിലൂടെ കണ്ടു. പിന്നൊരു നല്ല അനുഭവം, ഒരു പ്രശസ്തനായ വ്യക്തിയെ ഞങ്ങൾ ഈ യാത്രക്കിടയിൽ കണ്ടു. ഗോകുലം ഗോപാലൻ സാറ്. അവർ ഫാമിലി ആയിട്ട് വന്നതായിരുന്നു. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞങ്ങളോട് മലയാളിയാണോ എന്ന് ചോദിച്ചതാണ്, എൻ്റെ ഹസ്ബൻഡിനോട്. ഹസ്ബൻഡിന് അദ്ദേഹത്തെ ആദ്യം തന്നെ മനസ്സിലായിരുന്നെങ്കിലും ഫാമിലിയോടൊപ്പം ഉള്ള ആളെ പോയിട്ട് അങ്ങോട്ട് പോയി സംസാരിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് മാറിയിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഹസ്ബൻഡിനോട് സംസാരിച്ചു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമായി അത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയൊക്കെ ചെയ്തു. ഈ ബോട്ട് യാത്രക്കിടയിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഈ റിവറിൻ്റെ സൈഡിലായിട്ടുള്ള മതിലിനോടനുബന്ധിച്ചൊരു സീറ്റിംഗ് ഏരിയ പോലെയുണ്ട്. അത് സീറ്റിംഗ് ഏരിയ ആണോ എന്നാണെന്ന് എനിക്കറിയില്ല. അവിടെ കുറേ ചെറുപ്പക്കാർ വന്നിരിക്കുന്നുണ്ട്. ഈ വൈകുന്നേരം അവർ ചിലവഴിക്കുന്നത് അവിടെയാണെന്ന് തോന്നുന്നു. എന്താണ് അവർ അവിടെ ചെയ്യുന്നതെന്നറിയില്ല. ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മ്യൂസിക്കൽ പ്രോഗ്രാംസൊക്കെ ഈ റിവറിൻ്റെ സൈഡിലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശബ്ദം കേൾക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് യങ്സ്റ്റേഴ്സ് ഒരുപാട് വന്നിട്ട് അവരുടെ സമയങ്ങളൊക്കെ ചിലവഴിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഈ ഏരിയയൊക്കെ. ഇത്തരം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ ബോട്ട് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടതും കാണാത്തതുമായ പല കെട്ടിടങ്ങളും ഈ യാത്രക്കിടയിൽ കണ്ടു. ബോട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഓഡിയോ കേൾക്കാമായിരുന്നെങ്കിലും അതിനത്ര ശ്രദ്ധ ഞാൻ കൊടുത്തിട്ടില്ല. ഓരോ കെട്ടിടങ്ങളും എന്താണെന്നൊക്കെ വിവരിക്കുന്നതായിരുന്നു ആ ഓഡിയോ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ കെട്ടിടങ്ങളെയും കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ യാത്ര ആസ്വദിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. നല്ല കാലാവസ്ഥയായതുകൊണ്ട് തന്നെ പുറത്തിരുന്ന് യാത്ര ആസ്വദിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഉച്ച സമയത്തങ്ങായിരുന്നു ഞങ്ങൾ വന്നിരുന്നെങ്കിൽ ചൂട് കാരണം ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമയം നല്ല രസമുണ്ടായിരുന്നു. പാരീസിൻ്റെ മറ്റൊരു വൈബ് ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങ് അകലെ ഐഫൽ ടവർ കണ്ടു തുടങ്ങി. അപ്പോൾ മനസ്സിലായി ബോട്ട് യാത്ര അവസാനിക്കാറായി. ഐഫൽ ടവറിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഈ ബോട്ട് റൈഡ് അവസാനിക്കും.
ഞങ്ങൾ യാത്ര തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഐഫൽ ടവറിൻ്റെ അടുത്തേക്ക് പോവണം. സൺസെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഫൽ ടവർ മൊത്തം ലൈറ്റ് അപ്പ് ചെയ്യും. അത് കാണുക എന്നതാണ് ഉദ്ദേശം. ഐഫൽ ടവറിന് അടുത്തുള്ള സ്റ്റാളുകളിൽ നിന്ന് ഐസ്ക്രീമും സ്ലഷിയും ഒക്കെ വാങ്ങിക്കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. ഇപ്പോൾ രാത്രി 9:30. ഞാൻ രാത്രി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇരുട്ടായിട്ടില്ല. ഇവിടെ 10 മണിക്കാണ് സൺസെറ്റ്. സൺസെറ്റ് സമയമായ ഉടനെ തന്നെ ലൈറ്റ് അപ്പ് ചെയ്യുകയും ചെയ്തു. ഇപ്പം 10 മണിയായിട്ടുണ്ട്, 10:05. ഇനി ഐഫൽ ടവർ സ്പാർക്കിൾ ചെയ്യുന്നത് കാണാനായിട്ടുള്ള കാത്തിരിപ്പാണ്. കൃത്യം 10:10 ആയ സമയത്ത് അത് സ്പാർക്കിൾ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ഇരുട്ടുള്ള സമയത്തായിരുന്നു ഇത് സ്പാർക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകുമായിരുന്നു. ഈ സ്പാർക്കിൾ ചെയ്യുന്നത് കുറച്ച് നേരം വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 12 മണിക്കോ മറ്റാണ് വീണ്ടും സ്പാർക്കിൾ ചെയ്യാൻ തോന്നുന്നു. ആ സമയത്തായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം നല്ല ഇരുട്ടായിരിക്കുമല്ലോ. ഞങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടില്ല, നല്ല ഇരുട്ട സമയത്ത് ഇത് സ്പാർക്കിൾ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് കാണണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ. വിൻ്ററിലൊക്കെ ആണെങ്കിൽ നേരത്തെ സൺസെറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് കാണാൻ നല്ല ചാൻസ് കൂടുതലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്കിൾ ചെയ്യുന്ന ഐഫൽ ടവറിൻ്റെ അടുത്തുനിന്ന് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും പോയേ പറ്റുള്ളൂ. ഇനി കുറേ നേരം ഒന്നും ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് നാളെ വേറൊരു സ്ഥലത്തേക്ക് ട്രെയിനുണ്ട്, വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ് നാളെ. അതുകൊണ്ട് മാക്സിമം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നു. എൻ്റെ കണ്ണിൽ നിന്നും മറിയുന്നത് വരെ ഈ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഐഫൽ ടവറിനെ ഞാൻ തിരിഞ്ഞ് നോക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ നടന്നിട്ട് സബ്വേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഹോട്ടലിലേക്ക് പോകണം, വിശ്രമിക്കണം. നാളത്തേക്കുള്ള എല്ലാ പാക്കിങ്ങും ചെയ്യണം. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഒക്കെ കുറേ പണിയുണ്ട്. ഇനി എന്തായാലും തിരിഞ്ഞ് നടക്കട്ടെ. അപ്പോൾ പാരീസിലെ കൊച്ചു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയൊരു രാജ്യത്തെ നല്ല വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.